നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിലെ ലുലു മാൾ നിർമ്മാണത്തിനെതിരെ കേസ് നൽകിയത് CPI നേതാവ് TN മുകുന്ദൻ. പരാതി വ്യക്തിപരമായാണെന്നും പാർട്ടിക്കതിൽ പങ്കില്ലെന്നും മുകുന്ദൻ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് CPM-ന്റെ നിൽപ്പ് സമരം. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പണവും സ്വർണവും കവർന്നു. കൊടകര പഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുയോഗം സംഘടിപ്പിച്ച് 2020 പ്രവർത്തകർ. കോൺഗ്രസ് കൊടകര മണ്ഡലം നേതൃയോഗവും പുതിയ ഭാരവാഹികളുടെ ചുമതല കൈമാറ്റവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ ലുലു മാൾ നിർമ്മാണത്തിനെതിരെ കേസ് നൽകിയത് CPI നേതാവ്. CPI വരന്തരപ്പള്ളി മുൻ ലോക്കൽ സെക്രട്ടറി TN മുകുന്ദനാണ് പരാതി നൽകിയത്. പരാതി വ്യക്തിപരമായാണെന്നും പാർട്ടിക്കതിൽ പങ്കില്ലെന്നും മുകുന്ദൻ പറഞ്ഞു. താൻ പാർട്ടി അംഗമാണ്. നെൽവയൽ പരിവർത്തനപ്പെടുത്തിയതിനെതിരെയാണ് പരാതി നൽകിയത്. സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി വേണം എന്ന് കരുതിയാണ് കേസ് നടത്തുന്നത്. ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറയാനായി വെച്ചിരിക്കുകയാണെന്നും മുകുന്ദൻ പറഞ്ഞു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ഉദ്ദേശിച്ചത് അത് എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. ഈ മുമ്പിനാൽ ഈ ഭൂമി തൃശ്ശൂർ ഉള്ള ചെമ്പുക്കാവ് താമസക്കാരനായ ചെറക്കേക്കാരൻ ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള ഒരു ഭൂമിയായിരുന്നു. ഈ ചെറക്കേക്കാരൻ ഗ്രൂപ്പുകാർ ഈ ഭൂമിയിൽ വയൽഭൂമിയിൽ നിന്നും ജിയോളജി അനുമതിയോടുകൂടി കളിമണ്ണ് ഖനനം ചെയ്യുന്നത് ഞാൻ കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഞാൻ പരാതി കൊടുക്കുകയും ജിയോളജിയുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുകയും 2001 മുതൽ 2005 വരെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അവസാന 18 മാസം പ്രസിഡന്റുമായിരുന്നു മുകുന്ദൻ. നിലവിൽ CPI ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും പുതുക്കാട് മണ്ഡലം സെക്രട്ടറിയുമാണ്. തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ കാരണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞത് സംസ്ഥാനത്ത് ചർച്ചയായിരുന്നു. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണെന്നും 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും യൂസഫ് അലി പറഞ്ഞു. തൃശൂർ ചെയ്യാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസ് കൊടുത്തത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് CPM-ന്റെ നിൽപ്പ് സമരം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുക, മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, സമാന്തര ഗ്രാമീണ റോഡുകൾ നിർമ്മാണം നടത്തുക, ആമ്പലൂരിലുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പലൂർ സെൻട്രൽ CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് EK അനൂപ്, കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, DYFI ഏരിയ സെക്രട്ടറി PD നെൽസൺ, MV ചന്ദ്രൻ, CM ബബീഷ്, PK വിനോദ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്.
ആ പ്രശ്നങ്ങൾ NHAയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നിൽപ്പ് സമരം എന്ന നിലയിലുള്ള ഒരു സമരം ആസൂത്രണം ചെയ്തത്. കാട്ടൂർ പൊന്നനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, പണവും സ്വർണവും കവർന്നു. ക്ഷേത്രം ഓഫീസിലെ പൂട്ടും ഓഫീസിനുള്ളിലെ അലമാരയുടെ പൂട്ടും കുത്തിത്തുറന്നാണ് പണവും സ്വർണവും കവർന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. ഏകദേശം 2 പവനോളം സ്വർണവും 10,000-ലധികം രൂപയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് പൊന്നനം ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു. കൊടകര പഞ്ചായത്തിലെ ഈ ടോയ്ലറ്റുകൾ ഉപയോഗയോഗ്യമാക്കുക, ഹൈമാസ്റ്റ് ലൈറ്റും വഴിവിളക്കുകളും കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2020 പ്രവർത്തകർ കൊടകരയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. 2020 ചാലക്കുടി നിയോജകമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PD വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് തല കോർഡിനേറ്റർ സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. ജോർജ് മാർട്ടിൻ, AP ആൻഡോ, PD വർഗീസ്, വർഗീസ് മാത്യു, ജോണി അങ്കമാലി, ലീന ജോൺ, മേഴ്സി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം നേതൃയോഗവും പുതിയ ഭാരവാഹികളുടെ ചുമതല കൈമാറ്റവും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷനായി. വാർഡ് പ്രസിഡന്റുമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ബൈജു അറയ്ക്കൽ, PK അരുൺകുമാർ, പ്രനീല ഗിരീശൻ, മിനി ദാസൻ, ജോസ് കോച്ചക്കാടൻ, ബിജി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഒല്ലൂരിൽ ട്രെയിൻ യാത്രക്കിടെ പോസ്റ്റിൽ തലയിടിച്ച യുവാവിന് ഗുരുതര പരിക്ക്. പോസ്റ്റിൽ തലയിടിച്ച യുവാവ് ട്രെയിനിന് അകത്തേക്ക് തെറിച്ചു വീണു. ചവിട്ടുപടിയിൽ നിന്ന് ഡോറിലൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ ആയിരുന്നു അപകടം. കന്യാകുമാരി പൂനെ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ 5 മണിയോടെയായിരുന്നു സംഭവം. ട്രെയിൻ തൊട്ടടുത്ത സ്റ്റേഷനായ തൃശ്ശൂരിൽ എത്തിയതോടെ റെയിൽവേ പോലീസ് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്നും വാർന്ന രക്തം ട്രെയിനിൽ തളം കെട്ടി കിടക്കുന്ന നിലയിലാണ്. പരിക്കേറ്റ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഓണത്തിന് പൂക്കളമൊരുക്കാൻ കുട്ടികൾ നടത്തിയ പൂക്കൃഷിക്ക് 100 മേനി വിളവ്. പുതുക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെ കുട്ടികളാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്തത്. മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവ് TP വിനയന്റെ കൊടകരയിലെ കൃഷിയിടത്തിലായിരുന്നു കുട്ടി കർഷകരുടെ പൂകൃഷി. കുട്ടികൾക്ക് സഹായമായി അധ്യാപകരും കർഷകൻ വിനയനും ഒപ്പമുണ്ടായിരുന്നു. വിരിഞ്ഞ ചെണ്ടുമല്ലി ചെടികൾക്കൊപ്പം നിൽക്കുമ്പോൾ പൂക്കളേക്കാൾ മനോഹരമായിരുന്നു ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷം. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ്, VHSE പ്രിൻസിപ്പൽ CJ ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ്, അഗ്രികൾച്ചറൽ അധ്യാപിക KM സംഗീത എന്നിവർ സന്നിഹിതരായി. കാരണം ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയാലും പ്രത്യേകം എന്നെ വിളിച്ച് കൃഷിയുടെ ഇന്ന കാര്യങ്ങൾ അവിടെ തന്നെ തൈകൾ വന്നിട്ടുണ്ട്. ഇന്നൊരു ഈ സൂര്യൻ നമ്മുടെ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന വൈദ്യുതി ഒരു ദിവസം നിന്ന് പോയാൽ നമ്മുടെ നാട് സ്തംഭിക്കും. പക്ഷേ ഈ കൃഷി അല്ലെങ്കിൽ ഈ പൂക്കൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവാതെ തല ഉയർത്തി നിൽക്കും. വെറും കൃഷി ചെയ്യുന്ന ജൈവ കർഷകൻ മാത്രമല്ല, വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഫാമറാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഈ വർഷത്തെ ഈ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ചെടി വെക്കുമ്പോൾ അത് ആ ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നാൾ കൊണ്ടത് വലുതായി അതിലെ ഫലം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഈ ചെടി നമ്മളിവിടെ നടാൻ നമുക്ക് സ്ഥലമൊരുക്കി തന്നു നമ്മുടെ ഈ പ്രദേശത്തെ ജൈവ കർഷകനായ അവാർഡ് ജേതാവും കൂടിയായ വിനയേട്ടൻ. പുതുക്കാട് സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്ന് എൻ്റെ വാർഡിൽ വന്ന് ഇങ്ങനെ ഒരു കൃഷി നടത്തിയതിൽ ഒരുപാട് സന്തോഷം. വിനയൻ ചേട്ടനെ നമുക്ക് പരിചയം ഒരു 5-8 മാസം മുൻപേ പരിചയപ്പെട്ടതാണ്.
അതായത് ഞങ്ങളുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി LKG മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. BKMU തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പച്ചക്കറി കൃഷി ക്യാമ്പയിന് തുടക്കമായി. BKMU അളഗപ്പ വെസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെണ്ടോറിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിത്തിറക്കൽ BKMU മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI അളഗപ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ് അധ്യക്ഷത വഹിച്ചു. AIKS മേഖലാ സെക്രട്ടറി സിബി സുരേഷ്, PC സാജു, പോൾ P മഞ്ഞളി, AV പ്രഭാകരൻ, സരിത സാജു എന്നിവർ സന്നിഹിതരായിരുന്നു. തരിശുഭൂമി കൃഷി യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ BKMU അളഗപ്പ ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേക്കരയിൽ നടന്ന പച്ചക്കറി കൃഷി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. VK കരുണാകരൻ, NR വിജയൻ, VK വിനീഷ്, VK അനീഷ്, VR രാജൻ എന്നിവർ നേതൃത്വം നൽകി. തരിശുഭൂമി കൃഷി യോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി BKMU വല്ലച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല്ലിശ്ശേരിയിൽ നടന്ന പച്ചക്കറി കൃഷി ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PM നിക്സൺ, ഡെന്നിസ് പുളിക്കൻ, VA വിജയൻ, സന്ധ്യകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. തരിശുഭൂമി കൃഷി യോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി BKMU വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂർക്ക കൃഷി ഇറക്കി. മണ്ഡല സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡെന്നിസ് പുളിക്കൻ, അജീഷ് വെള്ളിക്കുളങ്ങര, സനീഷ് കബോഡ, ഉണ്ണി എന്നിവർ സന്നിഹിതരായി. തരിശുഭൂമി കൃഷി യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ BKMU നെന്മണിക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലോരിൽ നടത്തിയ കൂർക്ക കൃഷി ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡല സെക്രട്ടറി PM നിക്സൺ, ഡെന്നിസ് പുളിക്കൻ, NJ ജിജേഷ്, സുജ, രാജേഷ് കുമാർ, ആന്റണി, രജനി കുരാന്തകൻ, സന്തോഷ് എറവക്കാട്, രമേശ് പനംകുറ്റി എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശുഭൂമി കൃഷിഭൂമിയാക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി BKMU നടത്തിയ പച്ചക്കറി കൃഷി ഇറക്കൽ BKMU മണ്ഡലം ട്രഷറർ ഡെന്നിസ് പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MP സന്ദീപ്, ജോഷി കല്ലൂക്കാരൻ, BKMU സെക്രട്ടറി ജോർജ് ആദോർ, പ്രസിഡന്റ് ശിവരാമൻ പൂണിശ്ശേരി, KO രാജു, ജയരാജൻ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് കാശ്മീര സിൽക്സിന്റെ ഓണം മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള ഈ ആഴ്ചത്തെ നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു. വിജയിക്ക് 2500 രൂപയുടെ സൗജന്യ പർച്ചേസാണ് സമ്മാനം. പെരുമ്പാവൂർ കാവുംപുറം വല്യങ്ങോട്ട് വീട്ടിൽ വൈശാഖാണ് വിജയി. ഓണത്തോടനുബന്ധിച്ച് നവീകരിച്ച ഷോറൂമിൽ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഇത്തവണ കാശ്മീര സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണ ഷോപ്പിംഗിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഫ്രീ പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മെത്താംഫെറ്റാമിനുമായി 3 യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ. പെരിഞ്ഞനം ഓണപ്പറമ്പ് കാതിക്കോടത്ത് വീട്ടിൽ 20 വയസ്സുള്ള നകുൽ, കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം പഞ്ചാരവളവ് കറുത്ത വീട്ടിൽ 24 വയസ്സുള്ള അശ്വിൻ, ഒറ്റപ്പാലം എഴുവംതല പുളക്കുന്നത്ത് വീട്ടിൽ 22 വയസ്സുള്ള ഫാസിൽ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ നീനു മാത്യുവും സംഘവും പിടികൂടിയത്. ഇവരുടെ കൈവശത്തിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 7.730 ഗ്രാം മെത്താംഫെറ്റമിൻ പിടിച്ചെടുത്തു. പ്രതികളുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് കേസുകളും പോക്സോ കേസുകളും അന്യസംസ്ഥാന പോലീസ് കേസുകളിലായി നിരവധി മോഷണ കേസുകളും നിലവിലുണ്ട്. എക്സൈസ് സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസറായ റിഹാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K വിൽസൺ എന്നിവരും ഉണ്ടായിരുന്നു. പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ 11 സംഘം കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റം നടത്തി. മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 9 വയസ്സു മുതൽ 65 വയസ്സുവരെ പ്രായമുള്ള 11 പേരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ 5 കാലവും കൊട്ടി അരങ്ങേറ്റം കുറിച്ചത്. പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി അരങ്ങേറ്റമേളം ഉദ്ഘാടനം ചെയ്തു. അരങ്ങേറിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും പെരുവനം കുട്ടന്മാരാർ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണിക്കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ എന്നിവർ ചേർന്ന് പെരുവനം കുട്ടന്മാരാരെ പൊന്നാട അണിയിച്ചു. അരങ്ങേറ്റമേളത്തിന് സഹമേളക്കാരായി കുറുംകുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് പത്മകുമാർ, കുഴൂർ ബാലൻ, മുരിങ്ങൂർ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ 50ഓളം സഹമേളക്കാർ പങ്കെടുത്തു.
കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന 100 കുടുംബ സംഗമങ്ങളുടെ ഉദ്ഘാടനം ആളൂരിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയമ്മളപ്പിൽ, ജോബി മംഗലൻ, ജോജോ മാടവന, ജോസ് അരിക്കാട്ട്, ജോർജ് കുറ്റിക്കാടൻ, തോമസ് തോട്ടിയാൻ എന്നിവർ പ്രസംഗിച്ചു. നിരോധിത ലഹരികൾക്കെതിരെ പോരാടാൻ നമുക്ക് കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ജനകീയ സംരക്ഷണ സമിതി കാരുകുളം പാലച്ചുവട് യൂണിറ്റ് രൂപീകരിച്ചു. വി.എൻ. രാജൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത്, ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, സമിതി നേതാക്കളായ ദേവദാസ് എടമുക്കിൽ, കെ.വൈ. മുഹമ്മദ്, ഉണ്ണിൽ കൊമ്പത്തിൽ, കാശിനാഥൻ, ഹംസ കളപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി ഹംസ കളപ്പാടൻ, വൈസ് പ്രസിഡന്റുമാരായി മുസ്തഫ ഐനിക്കുന്നൻ, കെ.എ. ഫ്രാൻസിസ്, സെക്രട്ടറിയായി രജീന്ദ്രൻ നെല്ലിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറിമാരായി പി.കെ. സുഗുണൻ, ബിജു ഞാറ്റുവീട്ടിൽ എന്നിവരെയും ട്രഷററായി റഷീദ് മാനാംകുഴിയെയും തെരഞ്ഞെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടിയ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994926081. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുകളുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് ആഗസ്റ്റ് 29 കോളേജിൽ വെച്ച് 10 മണി മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും പുതിയതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0487 2751 346, 6282 42 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. കലൂർ ആദൂർ വലിയ പറമ്പിൽ വീട്ടിൽ ശേഖരൻ ഭാര്യ ഇന്ദിര അന്തരിച്ചു. സംസ്കാരം നടത്തി. ഷിജു, ബിജു, ലിജി എന്നിവർ മക്കളും, പ്രസീത, ഷിജി, കിഷോർ എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര മണലി വീട്ടിൽ വേണുഗോപാലൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പയാണ് ഭാര്യ. സതീഷ്, സ്വപ്ന, സന്ദീപ് എന്നിവർ മക്കളും, നീതു, പ്രതീഷ് എന്നിവർ മരുമക്കളുമാണ്. കലൂർ ആലേങ്ങാട് കല്ലിങ്ങപ്പുറം ജയൻ അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിലെ ലുലു മാൾ നിർമ്മാണത്തിനെതിരെ കേസ് നൽകിയത് CPI നേതാവ് TN മുകുന്ദൻ. പരാതി വ്യക്തിപരമായാണെന്നും പാർട്ടിക്കതിൽ പങ്കില്ലെന്നും മുകുന്ദൻ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് CPM-ന്റെ നിൽപ്പ് സമരം. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, പണവും സ്വർണവും കവർന്നു. കൊടകര പഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുയോഗം സംഘടിപ്പിച്ച് 2020 പ്രവർത്തകർ. കോൺഗ്രസ് കൊടകര മണ്ഡലം നേതൃയോഗവും പുതിയ ഭാരവാഹികളുടെ ചുമതല കൈമാറ്റവും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.